എറണാകുളത്ത് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കയറി കണ്ടക്ടറെ കുത്തിക്കൊന്നു. ഇടുക്കി സ്വദേശി അനീഷാണ് കൊല്ലപ്പെട്ടത്. കളമശ്ശേരി HMT ജംഗ്ഷനിലാണ് സംഭവം. ബസ്സിൽ ഓടിക്കയറിയ പ്രതി ആക്രമണശേഷം ഇറങ്ങിയോടി. യാത്രക്കാരെയും കൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് ആ ബസ്സിലേക്ക് ഒരു പയ്യന് ജോസ് ബേക്കറിയുടെ അടുത്തുനിന്ന് ചാടിക്കയറിയിട്ട് ബസ്സിലെ കണ്ടക്ടറിനെ കുത്തിയിട്ട് അവനെ ഇറങ്ങി ഓടുമായിരുന്നു. അപ്പോൾ ഈ ബസ്സിൽ ഒരു പെണ്ണ് യാത്ര ചെയ്യുന്നതായിരുന്നു. ആ പെണ്ണിനെ കളിയാക്കിയെന്നും പറഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ കാമുകൻ വന്ന് കുത്തി കൊന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ അറിഞ്ഞത്. പിന്നെ അവന് അത് സംഭവം ചെയ്തിട്ട് അവനെ ഇറങ്ങി ഓടുമായിരുന്നു. സിജോ വർഗീസ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. സിജോ, ഈ ഒരു സ്ത്രീ പറയുന്നതനുസരിച്ച് ഈ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നാണോ? അതോടൊപ്പം തന്നെ പ്രതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? സ്നേഹ, മുമ്പുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് ഈ കൊലപാതകം എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടി വരും. കാരണം നേരത്തെ അങ്ങനെയുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് എറണാകുളത്ത് നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് നടത്തുന്ന ഹിദായത്ത് എന്ന് പറയുന്ന ബസ്സിലെ കണ്ടക്ടറാണ് ഈ കൊല്ലപ്പെട്ട അനീഷ് ഈ ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു യുവതിയെ കളിയാക്കി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പ്രതി കൃത്യം നടത്താനായി ഈ ബസ്സിലേക്ക് കയറിയത് എന്നാണ് ഈ സമീപവാസികൾ പങ്കുവയ്ക്കുന്ന ഒരു വിവരം. അതായത് വളരെ തിരക്കേറിയ ഒരു സ്ഥലമാണ് ഈ കളമശ്ശേരി HMT ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് NAD റോഡിലേക്ക് തിരിയുന്ന ആ ഒരു ഭാഗത്ത് ആണ് ഈ ബസ്സിലേക്ക് ഈ പ്രതി ഓടിക്കയറിയത്. ഈ ബസ്സിൻ്റെ മുൻഭാഗത്തെ ഡോറിലൂടെയാണ് ഈ പ്രതി കയറിയത്. അതിനുശേഷം ബസ്സിനകത്ത് വെച്ച് ഈ കണ്ടക്ടറെ ആക്രമിക്കുകയായിരുന്നു. ആ കണ്ടക്ടറെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് ഈ പോലീസ് അടക്കം പറയുന്ന ഒരു കാര്യം. ഇത് സമീപത്തെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ രീതിയിലുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. കൊല്ലപ്പെട്ട അനീഷിൻ്റെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പ്രതി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഏകദേശ സൂചന പോലീസിന് ലഭിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത് നാട്ടുകാർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെ തിരക്കേറിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ സമീപത്ത് നിരവധി വ്യാപാരി സ്ഥാപനങ്ങളെല്ലാം തന്നെ ഉള്ളതാണ്. നാട്ടുകാർ പങ്കുവയ്ക്കുന്ന വിവരങ്ങളും ഒപ്പം തന്നെ സമീപത്തെ കടകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഈ പ്രതിയെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു വിവരം പോലീസിന് ലഭിച്ചതായാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. സ്നേഹ. ശരി, സിജോ വർഗീസാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.